മാനസിക വെല്ലുവിളി നേരിടുന്ന സഹോദരിയെ ലൈംഗികമായി അതിക്രമിച്ച സുഹൃത്തിനെ കൊലപ്പെടുത്തി സഹോദരൻ. രാമനാഥപുരം വെൺമണി നഗറിലാണ് സംഭവം. കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം വീടിന് പിന്നിൽ കുഴിച്ചുമൂടി. മുഹമ്മദ് റഹീസാണ് ചെന്നൈയിൽ നിന്ന് ചേരുന്നത്. റഹീസെ, നമുക്കറിയാം സഹോദരിയോടുള്ള ആ ഒരു സ്നേഹം. സഹോദരിയെ ഇത്തരത്തിൽ ആക്രമിച്ച, പ്രത്യേകിച്ച് മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു പെൺകുട്ടിയാണ്. ഇത്തരത്തിൽ അതിക്രമിച്ച സുഹൃത്തായാൽ പോലും കൊലപ്പെടുത്തി. പക്ഷെ നിയമം കയ്യിലെടുക്കാൻ ആർക്കും ഒരു ഇതില്ല, റൈറ്റ് ഇല്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ ഈ സംഭവത്തിന്റെ ഒരു വിശദാംശങ്ങൾ പറയും. ക്രിസ്റ്റീന, കഴിഞ്ഞ 30-ാം തീയതി, അതായത് മാർച്ച് 30-ന് നടന്ന ഒരു കൊലപാതകത്തിൻ്റെ വിവരങ്ങളാണ് ഇപ്പോൾ ഏതാണ്ട് ഒരു മാസമാകുമ്പോൾ പുറത്തു വരുന്നത്. സംഭവം നടന്നിരിക്കുന്നത് രാമനാഥപുരം വെൺമണി നഗറിലാണ്. ഒരു കൊല്ലപ്പെട്ടിരിക്കുന്നത് നമ്പുരാജൻ എന്നയാളാണ്. നമ്പുരാജനും ഒപ്പം തന്നെ ഈ വെങ്കട് സുബ്രഹ്മണ്യൻ, അയാളാണ് പ്രതി. ഇവർ രണ്ടുപേരും തമ്മിൽ സുഹൃത്തുക്കളായിരുന്നു. ഇവർ ഒരുമിച്ച് ഇടയ്ക്ക് വീട്ടിൽ കൂടുകയും മദ്യപിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് വീട്ടിൽ നിന്നും ഈ നമ്പുരാജൻ ഇറങ്ങിപ്പോവുകയാണ്. അദ്ദേഹം സുഹൃത്തുക്കളെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. ശേഷം നാളിതുവരെയായും തിരിച്ചു വരാത്തതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ സഹോദരി നൽകിയ ഒരു പരാതി, ആ പരാതിയിൽ അന്വേഷണം നടത്തിയ രാമനാഥപുരം പോലീസാണ് ഇന്നലെ ഈ കൊലപാതകത്തിൻ്റെ ചുരുളഴിക്കുന്നത്. അതായത് സംഭവം അന്വേഷിച്ച് തിരക്കി വന്ന് ഒടുവിൽ ഈ പ്രതി വെങ്കട് സുബ്രഹ്മണ്യൻ എന്നയാളുടെ വീട്ടിലേക്ക് പോലീസ് എത്തുകയാണ്. അവിടെ വെച്ച് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിലാണ് ഈ കൊലപാതകത്തിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നത്. അതായത് ഈ നമ്പുരാജൻ എന്നയാൾ ഈ വെങ്കട് സുബ്രഹ്മണ്യനെ തിരക്കി വീട്ടിലേക്ക് വരുന്നു. അവിടെ അദ്ദേഹത്തിൻ്റെ മാനസിക വെല്ലുവിളി നേരിടുന്ന സഹോദരി മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ട് ലൈംഗികാതിക്രമം നടത്തുകയാണ് ഇയാൾ ചെയ്തിട്ടുള്ളത്, ഈ നമ്പുരാജൻ ചെയ്തത്. ശേഷം ഈ സഹോദരൻ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും സഹോദരി തനിക്ക് നേരിട്ട അനുഭവം അദ്ദേഹത്തിനോട് പറയുന്നു. അങ്ങനെ വീണ്ടും ഈ സുഹൃത്ത് നമ്പുരാജിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ട് വെങ്കട് സുബ്രഹ്മണ്യം അദ്ദേഹത്തിൻ്റെ തല ഭിത്തിയിലിടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ആദ്യം ഇദ്ദേഹം മരിച്ചു എന്ന് കരുതിയിരുന്നില്ല. അങ്ങനെ മരിച്ചു എന്ന് വ്യക്തമായതിനു ശേഷം ഇദ്ദേഹം വീടിന് പിന്നിൽ തന്നെ ഒരു കുഴിയെടുത്ത് അവിടെ കുഴിച്ചിടുകയായിരുന്നു. ഇവരുടെ വീടിനടുത്ത് മറ്റാരും താമസിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആർക്കും അങ്ങനെ സംശയമൊന്നും തോന്നിയില്ല. സഹോദരി പോലും ഈ ഒരു കൊലപാതകത്തിൻ്റെ വിവരം അറിഞ്ഞിരുന്നില്ല. അങ്ങനെ പിന്നീട് ഈ ഒരു പരാതിയിന്മേൽ, കാണാനില്ല എന്ന പരാതിയിന്മേൽ നടത്തിയ അന്വേഷണമാണ് ഒടുവിൽ ഇയാളിലേക്ക് എത്തിയത്. എന്തായാലും പ്രതി വെങ്കട് സുബ്രഹ്മണ്യനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്രിസ്റ്റീന. ശരി, ചെന്നൈയിൽ നിന്ന് മുഹമ്മദ് റഹീസാണ് വിവരങ്ങൾ നൽകിയത്.